ഉൽപ്പത്തി തുടങ്ങുമ്പോൾ തന്നെ ആദിയിൽ പരിശുദ്ധാത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അതേ പരിശുദ്ധാത്മാവ് മാളിക മുറിക്കകത്ത് ഇരുന്ന 120 പേരെയും ഒരുപോലെ നിറയ്ക്കാൻ തക്കവണ്ണം തയ്യാറായി. അതേ പരിശുദ്ധാത്മാവ് കർത്താവിനെ, നമ്മുടെ പ്രാണപ്രിയനായിരിക്കുന്ന, നമ്മുടെ അരുമനാഥനായിരിക്കുന്ന യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. അതേ ആത്മാവിനെ അവൻ എന്റെയും നിങ്ങളുടെയും അകത്ത് നൽകാനിടയായി തീർന്നു. അവൻ എന്റെയും നിങ്ങളുടെയും അകത്ത് നൽകാനിടയായി തീർന്നു. പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വന്നാൽ അവൻ സൂര്യനോട് കൽപ്പിക്കും, അവൻ ചന്ദ്രനോട് കൽപ്പിക്കും, അവൻ പ്രപഞ്ചത്തോട് അവൻ പ്രവചിക്കും. ഇന്ന് പകൽ പറ, പരിശുദ്ധാത്മാവേ അങ്ങ് എനിക്ക് ആവശ്യമുണ്ട്. പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വന്നാൽ അവൻ സിംഹത്തിന്റെ വായ് അടയ്ക്കും, അവൻ കാരാഗൃഹത്തെ പൊളിച്ച് അവൻ പുറത്തു വരും. പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വന്നാൽ അവൻ മരണത്തിന്റെ കെട്ടുകളെ അഴിക്കും. പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വന്നാൽ അവൻ മരിച്ചതിനെ ഉയർപ്പിക്കും. പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വന്നാൽ അവന്റെ മേൽ സ്വർഗം ഇറങ്ങി എന്നർത്ഥം.